ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മതിമോൾ. അപ്പോൾ ഇന്ന് എൻ്റെ ശബ്ദത്തിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിക്കായിരുന്നു. ഇന്നാണ് ഞാൻ രാവിലെ തന്നെ എണീച്ച് മേക്കപ്പൊക്കെ അങ്ങ് ഇട്ടപ്പോൾ പകുതി അസുഖം മാറി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാം എന്നോർത്തിട്ടാണ്. അപ്പോൾ ഇന്ന് പറയാനുള്ള ടോപ്പിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എനിക്ക് പറയാനത് ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. നിങ്ങൾക്ക് കേൾക്കാനും താല്പര്യമായിരിക്കും എന്നോർക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള ദാമ്പത്യ ജീവിതങ്ങൾ അല്ലേ. ചില ഭർത്താക്കന്മാർ ഭാര്യയെ ഒരു പ്രിൻസസ്സായിട്ട്, ഒരു രാജകുമാരിയായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് അല്ലേ. അവർ വലിയ സുന്ദരിയായിട്ടായിരിക്കില്ല, അതുപോലെ അവർക്ക് വലിയ വിദ്യാഭ്യാസമോ ജോലിയോ അതുപോലെ സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരോ ഒന്നും ആയിരിക്കില്ല. പക്ഷേ അവരുടെ ഹസ്ബൻഡ് അവരെ ഒരു പ്രിൻസസ്സായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ ഓർക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ചില പെൺകുട്ടികൾ ഭയങ്കര സുന്ദരികളായിരിക്കും, ആ നാട്ടിൽ തന്നെ സുന്ദരിയായിരിക്കും. അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ അവളെ നോക്കി വെള്ളമൂറി നടന്നിട്ടുണ്ടായിരിക്കും. ആരായിരിക്കും ഇവളെ കല്യാണം കഴിക്കുന്ന ഭാഗ്യവാൻ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഒരു ഭയങ്കര ഒരു സമ്പന്നൻ വന്ന് അവളെ കല്യാണം കഴിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞായിരിക്കും എവിടെയെങ്കിലും വെച്ച് കാണും. അപ്പോൾ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ഇതായിരുന്നു ആ സുന്ദരിയായ പെൺകുട്ടി. ഇപ്പം ആ സൗന്ദര്യമൊന്നുമില്ല. അതുപോലെ തന്നെ എളിയിലൊരു കുട്ടിയും വയറൊക്കെ ചാടി ഒട്ടും സന്തോഷമില്ലാത്ത മുഖമൊക്കെ ആയിട്ട് നമ്മൾ കാണും. അപ്പോൾ നമ്മൾ ഓർക്കും, ആരായിരിക്കും ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്? അവൻ്റെ കയ്യിൽ, കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആയി പോയല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കും അല്ലേ. പിന്നെ ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യയെ ഒരു വീട്ടുജോലിക്കാരിയായിട്ട് കാണുന്നവർ. വീട്ടുജോലി ചെയ്യുന്നത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അംഗീകാരം വേണം, അവളുടെ സന്തോഷത്തിനും അതുപോലെ തന്നെ അവളുടെ അഭിപ്രായത്തിനുമൊക്കെ ഒരു വില വേണം അല്ലേ. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു വീട്ടുജോലി ചെയ്യാൻ മാത്രമുള്ളവളായിട്ട് കാണുന്ന ഭർത്താക്കന്മാരുണ്ട്. പിന്നെ ചിലരുണ്ട് ഭാര്യയെ ഒരു അടിമയായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ ഭർത്താവ് പറയുന്നതേ ചെയ്യാമുള്ളൂ, ആ കാര്യങ്ങൾ മാത്രമായിട്ട് ആ വീട്ടിൽ നടപ്പാവുകയുള്ളൂ. അതുപോലെ ഇടയ്ക്ക് അടിയും തൊഴിയൊക്കെ കൊടുക്കും. അങ്ങനെ അടിമയെ കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പിന്നെ ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയെ കാണുന്ന ഒരു ശത്രുവിനെ പോലെയാണ്. കണ്ട അപ്പം തന്നെ കീരിയും പാമ്പും പോലെ അവർ വഴുക്ക് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇതിലെ ഏതിൽപ്പെട്ട ഒരു ഭാര്യ ഭർത്തൃ ബന്ധമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് എല്ലാവർക്കും ആ രാജകുമാരിയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം അല്ലേ. അപ്പോൾ നമ്മൾ ഓർക്കും, ഈ രാജകുമാരിയായിട്ട് കൊണ്ടു നടക്കുന്ന ആ പെൺകുട്ടി എൻ്റെ അത്ര സുന്ദരിയല്ലല്ലോ, എൻ്റെ ഇത്രയും വിദ്യാഭ്യാസമോ ജോലിയോ ഇല്ല, അതുപോലെ തന്നെ എൻ്റെ അത്ര സ്ത്രീധനം കൊണ്ടുവന്നിട്ടില്ല, എന്നിട്ട് എന്താണ് ആ പെൺകുട്ടിയെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നില്ലല്ലോ എന്നോർക്കും. അതുപോലെ തന്നെ പുരുഷന്മാരോർക്കും, ഞാൻ അവനേക്കാളും സുന്ദരിയായ പെണ്ണിനെ കെട്ടിയതാണ്, നല്ല ജോലിക്കാരി പെണ്ണിനെ കെട്ടി, എനിക്ക് സ്ത്രീധനം ഒക്കെ ആയിട്ട്. പക്ഷേ ഇന്ന് അവനാണ് കൂടുതൽ സന്തോഷം. അവനാണെങ്കിൽ വെച്ചടി കയറ്റമാണ്. എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുന്നു, അവനെപ്പോഴും സന്തോഷമാണ്. എന്തായിരിക്കും കാരണം എന്ന് പുരുഷന്മാരും ചിന്തിക്കും. അപ്പോൾ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇതിനെക്കുറിച്ച് സംസാരിക്കാം, ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം എന്നോർത്തു. ഞാൻ മാസത്തിലൊരു വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളൂ, എന്നാലും നമ്മുടെ മനസ്സിൽ ഇനി അടുത്ത എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് എപ്പോഴും ഒരു ചിന്തയുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തത് നല്ലൊരു ടോപ്പിക്കാണല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് ചോദിച്ചു നോക്കാം, പുരുഷന്മാർക്കാണല്ലോ കൂടുതൽ അറിയാവുന്നത് എന്തുകൊണ്ടാണ് ഭാര്യയെ പ്രിൻസസ് ആയിട്ട് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ വേലക്കാരിയായിട്ട് കൊണ്ടു നടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ആൻ്റണി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില സ്ത്രീകളെ അങ്ങനെ രാജകുമാരിയായിട്ട് കൊണ്ടു നടക്കുന്നത്, ചിലരെ വേലക്കാരിയായിട്ടൊക്കെ കൊണ്ടു നടക്കുന്നതെന്ന്. അപ്പോൾ പുള്ളി ഉടനെ തന്നെ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, അത് സ്ത്രീകളുടെ കയ്യിലിരിപ്പിൻ്റെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ചില സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും കുറേ പരാതികളുമൊക്കെ ആയിട്ട് ചീത്ത പറഞ്ഞ് പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങ് വരും. അപ്പോൾ അത് കേൾക്കുമ്പോൾ പിന്നെ ഭാര്യയെ രാജകുമാരിയാക്കാനല്ല തോന്നുന്നത്, വീട്ടിലേക്കേ വരണമെന്ന് തോന്നില്ല ആണുങ്ങൾക്ക് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി, ശരിയാണോ?
ഇത് സ്ത്രീകളുടെ കുഴപ്പമാണോ എന്ന് ഞാനും ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ഇത് സ്ത്രീകളുടെ ഒരു മെയിൻ പ്രശ്നം തന്നെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഒരു കുടുംബത്തിലും രാജാവും രാജ്ഞിയും ഒന്നും ആവാൻ പോണില്ല. പക്ഷേ ഒരു 90% വീടുകളിലും നമുക്ക് രാജാവും രാജ്ഞിയായിട്ട് തന്നെ ജീവിക്കാം. അപ്പോൾ പിന്നെ വരുന്ന 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലൊരു മാറ്റം വരുത്താൻ ആരെക്കൊണ്ടും പറ്റില്ലെന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില പുരുഷന്മാർ കല്യാണത്തിന് മുമ്പ് പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും, പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ സ്ത്രീകളെ കാണുന്നത് തന്നെ ഒരു പുച്ഛത്തോടു കൂടിയായിരിക്കും. അവരുടെ ചിന്ത എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്, പലരുടെയും കൂടെ പോകുന്നവരാണ്, ആ സ്ത്രീക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ചില പുരുഷന്മാരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ അവർ ഡ്രഗ്സിനും അതുപോലെ ആൽക്കഹോളിനൊക്കെ അടിമയായിട്ടുള്ളവരായിരിക്കും. അവർക്ക് സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കാണില്ല, അവർക്ക് കൂടുതലും താല്പര്യം ഈ ഡ്രഗ്സിനോടൊക്കെ ആയിരിക്കും. പിന്നെ ചില പുരുഷന്മാർ അവരുടെ അമ്മ മോശമായ ഒരു സ്ത്രീയാണ് എന്ന് അറിയാനിടയായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവരെല്ലാ സ്ത്രീകളെ കാണുന്നതും അവരുടെ അമ്മയെപ്പോലെ ചീത്തയൊരു സ്ത്രീയായിട്ടായിരിക്കും. അങ്ങനെയുള്ളവരും സ്ത്രീകളെ പുച്ഛത്തോടു കൂടിയാണ് നോക്കുകയുള്ളൂ. പിന്നെ ചില സ്ത്രീകളുടെയും കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയ കിടക്കില്ലെന്ന്, അല്ലേ? ചില സ്ത്രീകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ പുരുഷന്മാർ എൻ്റെ ഭാര്യയെ ഒരു രാജകുമാരിയായിട്ട് കൊണ്ടു നടക്കണം എന്നൊക്കെ ഓർത്ത് കല്യാണം കഴിക്കുന്നതായിരിക്കും. പക്ഷേ ഒരിക്കലും ഭാര്യ അതിന് വഴങ്ങില്ല. അവർ എപ്പോഴും ഇങ്ങനെ പലരുടെയും കുറ്റം നോക്കി ഗോസിപ്പ് പറഞ്ഞ് അസഭ്യ വാക്കുകളും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും. ഒരിക്കലും ഒരു രാജകുമാരി ആവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സ്ത്രീകളും പല പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്ന് ഭർത്താവ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് രാജകുമാരിയായിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ മനസ്സതിന് അലൗ ചെയ്യില്ല എന്നുള്ളതാണ്. കൂടാതെ അവരത് അർഹിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു 10% ഫാമിലികളിലും നമുക്ക് അങ്ങനെയാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്താണ്? എല്ലാ പെൺകുട്ടികളും കല്യാണത്തിന് മുമ്പ് ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ അമേരിക്കയിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിലും ആഫ്രിക്കയിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിലും അതുപോലെ കേരളത്തിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിലും നമ്മളുടെയൊക്കെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കല്യാണം കഴിയുമ്പോൾ നമ്മളൊരു രാജകുമാരിയായിട്ട് തന്നെ ഭർത്താവ് കൊണ്ട് നടക്കണം എന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, എല്ലാ സ്ത്രീകളിലും പുരുഷന്മാരിലും ഫെമിനിൻ എനർജിയുണ്ട്, അതുപോലെ തന്നെ മാസ്കുലിൻ എനർജിയും ഉണ്ട്. അത് സ്ത്രീയിലും ഉണ്ട് പുരുഷനിലും ഉണ്ട്. ഇപ്പം എന്നിലാണെങ്കിലും ഫെമിനിൻ എനർജിയുണ്ട്, മാസ്കുലിൻ എനർജിയും ഉണ്ട്. പക്ഷേ സ്ത്രീകളിലാവുമ്പോൾ ആ ഫെമിനിൻ എനർജി ആയിരിക്കും കൂടുതൽ. ചിലപ്പോൾ ഒരു 70% 80% ഒക്കെ ആ ഫെമിനിൻ എനർജി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് പുരുഷന്മാർ, അതാണ് ആ സ്ത്രീയിലേക്ക് ആ പുരുഷന് താല്പര്യം ഉള്ളത്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഈ ഫെമിനിൻ എനർജി ഉണ്ട്, മാസ്കുലിൻ എനർജി ഉണ്ടെങ്കിലും അവനിൽ കൂടുതൽ കാണുന്നത് ആ മാസ്കുലിൻ എനർജിയാണ്. അതിലാണ് ഒരു സ്ത്രീക്ക് അവനോട് അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ ആ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നും അതുപോലെ ആ സോഫ്റ്റ് ആയിട്ടുള്ള സംസാരവും സ്ത്രീകളുടെ ആകാരവടിവും അതുപോലെ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ആ സ്വഭാവവും ആ വിനയവും ആ മുഖത്തുള്ള പുഞ്ചിരിയും ഇതൊക്കെയാണ് ആ ഫെമിനിൻ എനർജി മുന്നോട്ട് നിൽക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് ഒരുങ്ങി നടക്കാനുള്ള താല്പര്യം. അതിപ്പോൾ പുരുഷന്മാരങ്ങനെ തിളങ്ങണ നെയിൽ പോളിഷ് ഇട്ടോ മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ടോ ഒന്നും നടക്കുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ ആ മാസ്കുലിൻ എനർജിയാണ് കൂടുതൽ കാണുന്നത്. ഫെമിനിൻ എനർജിയുടെ ഭാഗമാണ് അവരെ ബ്യൂട്ടിഫുൾ ആക്കുക. അവരുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, വീടാണെങ്കിലും എല്ലാം ഒരുക്കി ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളത് ആ ഫെമിനിൻ എനർജിയാണ്. അതാണ് ഒരു പുരുഷന് ഇഷ്ടം. നിങ്ങൾ ഓർക്കും ഇതിലൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല, അവരതിലൊന്നും പറയുന്നില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായിട്ട് നടന്നു നോക്കി, ഇപ്പോൾ പലരും പലതരത്തിലായിരിക്കും ജനിക്കുന്നത്. പക്ഷെ അത് കുറച്ചൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാമെന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആ ഫെമിനിൻ എനർജി കൂടുതലായിട്ട് കാണണം. എങ്കിലാണ് നിങ്ങൾക്ക് ആ രാജകുമാരിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഹസ്ബൻഡ് ട്രീറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ
4 കൂട്ടം കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നടക്കുന്നതും സംസാരവും എല്ലാത്തിലും ആ എലിഗൻസ് കാണണം. എങ്കിലാണ് പുരുഷന്മാർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുകയുള്ളൂ. അതുപോലെ തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ സ്ത്രീകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവേഴ്സാണ്. ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നത് ഇഷ്ടമാണ്, നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് പുരുഷന്മാർ ചെലവിന് തരുന്നത് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അതിലൊക്കെ പ്രൗഡാണ് ഞങ്ങൾ. എൻ്റെ ഹസ്ബൻഡ് തന്ന ഗിഫ്റ്റാണിത് എന്നൊക്കെ പറയാൻ നമ്മൾ നല്ല പ്രൗഡാണ്. പക്ഷേ പുരുഷന്മാരങ്ങനെയല്ല. അവർ പ്രൊവൈഡേഴ്സാണ്. അങ്ങനെ ആയിരിക്കണം. ഒരു സ്ത്രീക്ക് പ്രൊവൈഡ് ചെയ്യുക, ചെലവിന് കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക. അല്ലാതെ എത്ര പുരുഷന്മാരുണ്ടോ, ഓ ഞാൻ എൻ്റെ ഭാര്യയുടെ ചെലവിലാണ് കഴിയുന്നതെന്ന് പറയുന്നത്. അവരുടെ ഈഗോ സമ്മതിക്കില്ല അല്ലേ? അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു മാസ്കുലിൻ എനർജി ഉള്ള ഒരു പുരുഷത്വമുള്ള ഒരാളുടെ ആളല്ല അത്. ഒരു സ്ത്രീ ചെലവിന് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, സ്ത്രീ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരണം, അതല്ല. ഒരു പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളാണ് സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അയാളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അത് ഓർക്കുക, പുരുഷന്മാർ ഓർക്കുക, നിങ്ങളായിരിക്കണം പ്രൊവൈഡേഴ്സ്. അപ്പോൾ പലരും ഓർക്കും, ഇപ്പോൾ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന സ്ത്രീയാണെങ്കിൽ അവൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പൈസയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് ആ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, അവൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉള്ളതായിട്ട് കണ്ടാലും സ്ത്രീകൾ സന്തോഷവതികളായിരിക്കും. ചിലപ്പോൾ സ്ത്രീകൾക്ക് ഇതെല്ലാം ഉണ്ടായിരിക്കും, അവളും ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആ പെരുമാറ്റത്തിൽ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവൾക്ക് പ്രൊവൈഡ് ചെയ്യണം, ഞാനാണ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണ്. അതില്ലാതെ വരുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനായിട്ട് കാണാൻ പറ്റില്ല, റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്നെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവ് ഇങ്ങനെ ധീരനായ ഭർത്താവ് വേട്ടയാടാൻ പോയി, എന്താണ് പുലിയും സിംഹവുമായിട്ടൊക്കെ മല്ലിട്ട് അന്നത്തെ ഭക്ഷണത്തിനുള്ള എല്ലാം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഈ പുലിയും സിംഹത്തിനോടൊന്നും വേട്ടയാടുന്നതല്ലോ, ചിലപ്പോൾ കമ്പ്യൂട്ടറുമായിട്ടായിരിക്കും. എന്താണെങ്കിലും ആ ധീരപുരുഷൻ നമ്മൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പുറത്ത് പോയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ആ ധീരപുരുഷൻ്റെ മക്കളെയൊക്കെ വളർത്തി അദ്ദേഹം വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ പറയും, നീ ഇന്ന് എത്ര സുന്ദരിയായിട്ടിരിക്കുന്നു, നീ എത്ര ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ പാചകം ചെയ്തത്, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്വപ്നം. അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്വപ്നമുണ്ട്. എനിക്ക് അവളുടെ മുമ്പിൽ ഒരു ധീര പുരുഷനായിരിക്കണം. എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് അതാണ്. എനിക്കാണ് അവളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നായിരിക്കണം അവൾ കരുതുന്നത്. എന്നെ കല്യാണം കഴിച്ചത് തന്നെ ഒരു ഭാഗ്യമായിട്ട് അവൾ ഓർക്കണം. അതൊക്കെയാണ് ഭർത്താവിൻ്റെ ആഗ്രഹം. അതുപോലെ ഞാൻ ജോലി ചെയ്ത് ബുദ്ധിമുട്ടി വരുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി ഞാൻ വരാൻ കാത്തിരിക്കുന്ന ഭാര്യ. നമ്മൾ കേട്ടിട്ടില്ലേ, പൂമുഖ പടിവാതിൽ സ്നേഹം തുളുമ്പുന്ന ഭാര്യ എന്നൊക്കെ ഒരു പാട്ടില്ലേ? അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത് ഭർത്താവ് വരാനായിട്ട് അണിഞ്ഞൊരുങ്ങി വെയിറ്റ് ചെയ്ത് ആ പൂമുഖ പടിവാതിലിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭാര്യ, അത് തന്നെയാണ് അവരുടെ സ്വപ്നം. പക്ഷെ നമ്മളതാണോ ചെയ്യുന്നത്? മിക്കവാറും ഭാര്യമാർ 3-4 കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, പിള്ളേരോടൊക്കെ കുറച്ചൊക്കെ അല്ലേ അവരെ അച്ചടക്കമൊക്കെ പഠിപ്പിച്ചും ദേഷ്യമായിട്ടും ഒക്കെ ഇരിക്കുമായിരിക്കും. ഭർത്താവ് വരുമ്പോൾ ഈ പരാതികളൊക്കെ പറയുന്നു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റങ്ങളും പറയുന്നു. അപ്പോൾ ആ ഭർത്താവിന് ഒരിക്കലും നിങ്ങളെ ഒരു രാജകുമാരിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പല സ്ത്രീകളും എൻ്റെ വീട്ടിൽ ഭയങ്കര നല്ല ലൈഫായിരുന്നു, ഇവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് അത്രയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി പറയുക. എൻ്റെ ഫാദർ എന്നെ എത്ര സ്നേഹത്തോടെയാണ് എന്നെ വളർത്തിയത് എന്നൊക്കെ പറയുന്ന സ്ത്രീകളുണ്ട്. അവരോർക്കുന്നത്, ഇത് കേട്ട് എൻ്റെ ഭർത്താവ് എന്നെ കൂടുതൽ സ്നേഹിക്കും എന്നായിരിക്കും. ഒരു ഭർത്താക്കന്മാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. എൻ്റെ ആങ്ങളമാരും എൻ്റെ ഫാദറും ഒക്കെ എന്നെ
എത്ര നന്നായിട്ടാണ് വളർത്തിയത് എന്ന് കേൾക്കുന്നതൊന്നും ഒരു പുരുഷനും ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും അവർക്കാണ് ഏറ്റവും നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിവ് എന്ന് കേൾക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ചില സ്ത്രീകളുണ്ട് ഭർത്താവിൻ്റെ വീട്ടിലെ കുറ്റങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ആർക്കാണ് അതൊക്കെ കേൾക്കാൻ ഇഷ്ടം? അത് ഭാര്യമാരുടെ ആണെങ്കിലും ഭർത്താക്കന്മാർ ഈ വീട്ടിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കലും അവളെ താത്തിലൊക്കെ നിർത്തുക എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താക്കന്മാർക്കും ഒരേ ജോലിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ പുറത്തു പോകുമ്പോൾ നമ്മൾ ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ഭാര്യമാർ വീട്ടിൽ വരുമ്പോൾ ആ മാസ്കുലിൻ എനർജി അങ്ങ് മാറ്റി വെച്ചിട്ട് ആ ഫെമിനൻ എനർജിയോട് കൂടിയായിരിക്കണം പുരുഷന്മാരോട് പെരുമാറേണ്ടത്. ഒരിക്കലും നിങ്ങൾക്കതിന് കഴിവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റില്ല എന്നുള്ളൊരു സംസാരമായിരിക്കരുത്. അങ്ങനെ ആവുമ്പോൾ അവരുടെ ആ മാസ്കുലിൻ എനർജി തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. അവർക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടാനാണ് ഇഷ്ടം. അതിനുള്ള കഴിവ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളെപ്പോഴും ആ സ്ത്രീയായിട്ട് നിന്നുകൊണ്ട് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ആ മാസ്കുലിൻ എനർജി കുറയ്ക്കാതെ നോക്കിയിട്ടുണ്ടെങ്കിലാണ് ഭർത്താവ് പുറത്തു പോയി ഒരു ബിസിനസ് ചെയ്താലും അവൻ വിജയിക്കുകയുള്ളൂ. അല്ലാതെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന് പറ്റില്ല, നിങ്ങൾക്ക് കഴിവില്ലാത്ത ഒരു പുരുഷനാണ് എന്നുള്ളൊരു പെരുമാറ്റം, അത് ഭാര്യയിൽ നിന്ന് മാത്രമല്ല, അതിപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഓരോ അമ്മ മകനോട് അത് തന്നെയാണ് പറയേണ്ടത്. നിനക്ക് പറ്റും, നീ മിടുക്കനാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു അമ്മയാണ്. കല്യാണം കഴിയുമ്പോൾ അത് ഭാര്യ അവരുടെ ആ മാസ്കുലിൻ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് ഒരു പുരുഷന് അവൻ്റെ ജീവിതത്തിൽ ഒരു വിജയിയാവാനും അതുപോലെ തന്നെ പണം സമ്പാദിക്കാനും അതുപോലെ നിങ്ങളെ ഒരു രാജകുമാരിയായിട്ട് കൊണ്ടു നടക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയ കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായവർ ആ മാറ്റം വരുത്തി എന്നോർത്ത് നാളെ മുതലിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഒരു രാജകുമാരിയാക്കാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട് ചിലപ്പോൾ നിങ്ങളെ ഒരു അടിമയായിട്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടു ജോലിക്കാരിയായിട്ടായിരിക്കും കണ്ടിട്ടുള്ളത്. അത് ഒറ്റ ദിവസം കൊണ്ട് ഇനി മാറ്റം വരുത്താൻ പറ്റുകയില്ല. അത് ഗ്രാജ്വലായിട്ട് നിങ്ങളുടെ ആ പെരുമാറ്റത്തിലും ഒക്കെ മാറ്റം വരുത്തി നിങ്ങളുടെ ആ ഫെമിനൻ എനർജി കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ വരുത്തിയാലാണ് ആ മാറ്റം വരികയുള്ളൂ. അപ്പോൾ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ പുരുഷന്മാർ ഒരു സ്ത്രീയെ സ്നേഹിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അവളോട് തന്നെയുള്ള ആ റെസ്പെക്റ്റ്, അവളെങ്ങനെ അവളെ ടേക്ക് കെയർ ചെയ്യുന്നു, അവളെ എങ്ങനെയാണ് കാണുന്നത് എന്നനുസരിച്ചാണ് ഹസ്ബൻഡ് നമ്മളെ കാണുന്നത്. നമ്മൾ തന്നെ നമുക്കൊരു വില കൊടുക്കാതിരുന്നിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, അങ്ങനെ ആയിരിക്കരുത്. നമുക്ക് നമ്മളുടേതായ ഇൻട്രസ്റ്റ് വേണം. നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യണം. നമ്മുടെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടരുത്. ഒരാളെ കല്യാണം കഴിച്ചു എന്ന് ഓർത്ത് അയാളിലങ്ങ് അലിഞ്ഞു ചേർന്ന് വ്യക്തിത്വം നഷ്ടപ്പെടുകയല്ല ചെയ്യേണ്ടത്. മിക്കവാറും സ്ത്രീകൾ അതാണ് ഓർക്കുന്നത്. കല്യാണം കഴിഞ്ഞ നല്ല സ്ത്രീകൾ അങ്ങനെയാണ്, ഭർത്താവിൻ്റെ ഇഷ്ടത്തിനേ വിലയുള്ളൂ, അയാളിൽ അങ്ങ് അലിഞ്ഞു ചേരുന്നതായിട്ട്. അങ്ങനെ ആയിരിക്കരുത്. ഒരിക്കലും അലിഞ്ഞു ചേരേണ്ട കാര്യമില്ല. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഒരു സ്ത്രീയെ പുരുഷൻ രാജകുമാരിയായിട്ട് കൊണ്ട് നടക്കുന്നെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അവളിലുള്ള ആ ഫെമിനൻ എനർജി, അവൾ ഹസ്ബൻഡിനെ ഒരു ധീരപുരുഷനായിട്ടാണ് കാണുന്നത്. അതുപോലെ എന്ത് കാര്യങ്ങൾക്ക് പോയാലും ഇത് ചേട്ടന് ചെയ്യാൻ പറ്റും എന്നുള്ള ആ സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ കൂടെയുള്ള ലൈഫിൽ അവൾ സാറ്റിസ്ഫൈഡ് ആണ്, അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അവനൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഗിഫ്റ്റ് റിസീവ് ചെയ്യാൻ ഒരു കഴിവ് വേണം, അല്ലാതെ വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് കുറ്റം കണ്ടുപിടിക്കുകയല്ല. അതുപോലെ തന്നെ അവളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അവളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ. അവൾക്ക് അവളുടേതായ പാഷൻ കാണും, ഹോബി കാണും. മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയലോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റം കണ്ടുപിടിക്കാനൊന്നും അവൾക്ക് സമയമില്ല. അവളുടെ കാര്യം, അവളുടെ കുട്ടികളിലും ഒക്കെയാണ് ആ എനർജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫാമിലിയിലേക്കാണ്. അത് കാണുമ്പോൾ ഏത് ഭർത്താക്കന്മാരും സ്ത്രീകളെ ഒരു പ്രിൻസസ് ആയിട്ട് തന്നെ കൊണ്ടു നടക്കും എന്നുള്ളതാണ്. പിന്നെ എല്ലാ സ്ത്രീകളും ഓർക്കുക, നമ്മളെല്ലാവരെയും രാജകുമാരിയായിട്ട് തന്നെ എല്ലാ പുരുഷന്മാരും ട്രീറ്റ് ചെയ്യേണ്ടതാണ്.
നമ്മൾ അതിന് അർഹതപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പുണ്യമായിട്ടുള്ള ഒരു ജന്മം തന്നെയാണ് സ്ത്രീ ജന്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യർക്കും ജന്മം കൊടുത്തത് അവളാണ്. അവരുടെ സ്വഭാവം രൂപീകരിച്ചത് അവളാണ്. ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്ന, ഈ ലോകം എങ്ങനെ വേണം എന്നാക്കി തീർക്കുന്നത് ആ സ്ത്രീ വളർത്തുന്ന മക്കളിലെ ആ സ്വഭാവം, അവൾ രൂപീകരിച്ച ആ സ്വഭാവമാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളും ഒരു രാജ്ഞിയെപ്പോലെ തന്നെ ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതൊരു പുരുഷനും ആഗ്രഹമുള്ള കാര്യമാണ് നിങ്ങളെ ഒരു രാജകുമാരിയായിട്ട് കാണണമെന്ന്. പക്ഷേ നിങ്ങളതിനെ അനുവദിക്കണം. നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലൊരു സ്ത്രീ തന്നെ ആയിരിക്കണം. ഫെമിനൻ എനർജി ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതൊക്കെയാണ് അവളെ ആ പുരുഷൻ ഒരു രാജകുമാരിയായിട്ട് കൊണ്ടു നടക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ നൗ.